നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് കമല ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും മാഷി ചോദിച്ചു, അല്ല അവൻ എത്തിയോ കമലെന്ന് ചോദിച്ചു. ഇപ്പൊ വന്നോളെന്ന് പറയണം. എനിക്ക് സന്തോഷമായി മാഷേ. അവന്റെ മനസ്സിലുള്ള മാഷ് പറഞ്ഞോളെ തന്നെയാ. എന്താ കമലെ? അതെ, കാണാതിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അവന് വേദയോട് ഇഷ്ടമുണ്ട് മാഷേ. പുറമെ ഇങ്ങനെ അവൻ ദേഷ്യം കാണിച്ചാലും അവന്റെ ഉള്ളിന്റെ ഉള്ളില് അവളോടൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാഷ് പറഞ്ഞു, ഞാനപ്പോഴേ പറഞ്ഞില്ലേ, 2 ദിവസം അകന്നിരുന്ന് കഴിഞ്ഞപ്പോഴാ അവർ തമ്മിലുള്ള ഇഷ്ടങ്ങള് അവർ പരസ്പരം തിരിച്ചറിയുന്നത്. ചിലപ്പോൾ അതിനായിട്ട് ദൈവം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തായിരിക്കും. കമൽ പറഞ്ഞു, അത് ശരിയാ. മാഷ് പറഞ്ഞ് 100% ശരിയാ. ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഭഗവാൻ ഇങ്ങനെ അവസ്ഥ അവർക്ക് കൊണ്ടുവന്നേ. അതുകൊണ്ടാണല്ലോ മലയ്ക്ക് പോയിട്ട് വന്നോണ്ടേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഒരു പക്ഷെ വേദ ഈ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും അവർ തമ്മിലുള്ള ഇഷ്ടം തുറന്നു പറയോ അല്ലെങ്കിൽ ഇതിങ്ങനെയൊന്നും തിരിച്ചറിയത്തില്ലായിരുന്നു അല്ലേ മാഷേന്ന് ചോദിച്ചു. അതെ, സമാധാനമായിട്ടിരിക്കുക. ഇനി നമുക്ക് നാളെ വിക്രത്തോട് പറയാം, അവളോട് പോയി സംസാരിക്കാൻ, അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു. അതെ, എനിക്കിപ്പോൾ ഉറപ്പുണ്ട് വിക്രം ചെന്ന് കാര്യങ്ങളൊക്കെ അവളോട് ബോധ്യപ്പെടുത്തുവാണെങ്കിൽ അവൾ വിക്രത്തോടൊപ്പം വരുമെന്ന്. അങ്ങനെ ഭയങ്കര സമാധാനത്തിനട കമല അന്ന് രാത്രി കിടക്കണേ. ആ സമയം ശ്രീജ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വ ശ്രീജയോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, വിശ്വേട്ടാ ഇപ്പോഴാ വിക്രം വന്നത്. അവൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ വിഷമമില്ലാതിരിക്കുവോ? ശരിക്കും വേദയെ പോലൊരു പെൺകുട്ടി, അവൾ നല്ല മിടിക്കുക. അവൾ അവൻ്റെ ജീവിതത്തിൽ വന്ന് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. പക്ഷെ അതവൻ കാണാതെ പോയെന്ന് പറയണ. ഇല്ല വിശ്വേട്ടാ, നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല. അവൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടായിരുന്നു. അതെ, സ്നേഹം ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ ശ്രീജ? അത് പുറമെ പ്രകടിപ്പിക്കണ്ടേ? ഇത്രയും നാളും അവൾ ഇവിടെ നിന്നില്ലേ? പക്ഷെ അവൾ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞ് അവൻ്റെ പിന്നാലെ ചെന്നിട്ടുണ്ടോ? പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ തക്കതായ ഒരു കാരണം കാണുമായിരിക്കും. അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, അത് ശരിയാ. എന്തൊക്കെയാണെങ്കിലും നാളെ വിക്രം പോയി വിളിക്കും. വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. ആ ശ്രീകാര്യ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ട് വിക്രം അവസാനിപ്പിച്ചെന്നറിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് പറഞ്ഞു. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് വിശേട്ടാ. നല്ലൊരു ജീവിതം ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല. പരസ്പരം ഇഷ്ടപ്പെടാതെ സ്നേഹിക്കാതെ ആണെങ്കിലും കല്യാണം കഴിച്ചെങ്കിലും അവർ തമ്മിലുള്ള ജീവിതം നല്ല ജീവിതമായിരിക്കും എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് നന്ദിനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വിക്രം വന്നു, ഇനിയിപ്പോൾ അവൻ ചെന്ന് അവളെ വിളിക്കുവോ? അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേദ തിരികെ വരുമോ? കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വിനായകൻ കിടന്നുറങ്ങുന്ന വിനായകനെ കുത്തി എഴുന്നേൽപ്പിച്ചു. വിനയേട്ട ഒന്ന് എഴുന്നേറ്റേന്ന് പറഞ്ഞു. എന്താ? എനിക്കൊരു സംശയം എന്ന് പറയാം. എടി എന്താടി, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? പാതിരാത്രിയാണ് നിന്റെ സംശയം എന്ന് ചോദിച്ചു. അത് പിന്നെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ വേദ ഇങ്ങോട്ടേക്ക് തിരികെ വരുമെന്ന് ചോദിച്ചു. തിരികെ വരുമെന്നോ? എന്താടി നീ വല്ല സ്വപ്നവും കണ്ടോ? അതല്ലെന്നേ, ഇനിയിപ്പോൾ വിക്രം ചിലപ്പോൾ അവളെ ചെന്ന് വിളിക്കുമെന്ന് വെച്ചോ. ശ്രീകാര്യ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ചോദിച്ചു. വരുമായിരിക്കും. വരുവാണേ വരട്ടെ. ഓ, അപ്പം നിങ്ങൾക്ക് അതാ ആഗ്രഹമില്ലേ അവൾ വരണമെന്ന്? അവള് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടി നീ എന്തിനാടി അതൊക്കെ ഓർത്ത് ഇങ്ങനെ തലപുണ്ണാക്കുന്നേ? വല്ലയിടത്തും കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ് അവള് കുശുമ്പും കുന്നായ്മയും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് തിരിഞ്ഞു കിടന്നു. ഓ, അല്ലേലും മനുഷ്യൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങേർക്ക് ഇത് വല്ല അറിയണോ എന്നൊക്കെ ഓർത്ത് നന്ദിനി ഇങ്ങനെ കിടക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ വിക്രത്തിനെ എഴുന്നേൽപ്പിച്ച് വിക്രത്തിന് ചായയൊക്കെ കൊണ്ടേ കൊടുത്ത് കമല. എന്നിട്ട് വിക്രത്തോട് പറഞ്ഞു, വിക്രം നീ ഇന്ന് വേദയെ കാണാൻ പോണമെന്ന് പറഞ്ഞു. വേദയെ കണ്ട് സംസാരിക്കണം. അവളെ എന്നിട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഇനിയെങ്കിലും നീ കൂട്ടിക്കൊണ്ട് വരാതിരുന്നത് ശരിയാവത്തില്ല. ആ സമയത്ത് വിക്രം പറഞ്ഞു, അല്ലമ്മേ ഞാൻ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുമോന്നല്ലേ? നീ ചെന്ന് വിളിച്ചിട്ടുണ്ടെ വരൂടാ. ആ ശ്രീകാര്യ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധമല്ലോ ഉപേക്ഷിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൾ ഉറപ്പായിട്ടും വരും. അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ, അവളുടെ മനസ്സിൽ നന്മയെ സ്നേഹമുണ്ട്. നിന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ നിന്നെ അവൾ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നേ. ഈ കുടുംബം അവൾ വന്നു കയറിയതിന് ശേഷമല്ലേ ഇത്ര ആയത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്. നീയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കാൻ കാരണം അവളല്ലേന്ന് ചോദിച്ചു. അതെ, അതെനിക്കറിയാമെന്ന് പറയാണ്. കാരണം അന്ന് രാത്രിയിൽ വിക്രം കിടന്നിട്ട് വിക്രത്തിന് മുറി കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വിക്രം കുറെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കമല അങ്ങോട്ട് പോവാണ്. ആ സമയം വിക്രം എങ്ങനെ ചിന്തിച്ച്, ശരിയാ അവൾ വന്നതിന് ശേഷം തനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവളെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സഹിച്ചില്ല. അവളുടെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഫോണിനകത്തുണ്ടായിരുന്നു. അതൊക്കെ വിക്രം ഇങ്ങനെ എടുത്ത് നോക്കുവാണ്. എന്ത് ഇഷ്ടമായിരുന്നു തന്നോട് അവൾക്ക്. താൻ ഒരിക്കൽ പോലും അവളോടൊരു ദയ കാണിച്ചിട്ടില്ല. എപ്പോഴും വെട്ടുപോത്തിനെ പോലെ താൻ അവളുടെ അടുത്ത് പെരുമാറി. അവളെപ്പോഴും തന്നെ അങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആ വിളി കേൾക്കാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു.
അച്ഛമ്മ എപ്പോഴും തന്നെ ഉപദേശിക്കും, എടാ ഇങ്ങനെയൊന്നും ആയിരിക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അന്നൊക്കെ തനിക്കൊരു കുസൃതിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുമായിട്ട് അടി കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും സുഖം ഉണ്ടായിരുന്നു മനസ്സിൽ. അത് പക്ഷേ ഇഷ്ടം കൊണ്ടുള്ളൊരു സന്തോഷമൊക്കെ ആയിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തനിക്ക് അവളെ. അവൾക്കൊരു പോറൽ പറ്റിയെന്ന് പറഞ്ഞാൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഒരിക്കൽ പോലും താൻ അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം വിക്രത്തിന് സങ്കടമായി, കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എത്രയും പെട്ടെന്ന് അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണം. അവളെ അവിടെ നിർത്താൻ പാടില്ല. ഒരുപക്ഷെ ശ്രീനി സാറുമായിട്ടുള്ള ആ ഒരു പ്രശ്നമാണെങ്കിൽ താൻ പോയി പറഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അങ്ങനെ വിക്രം രണ്ടും തീരുമാനിച്ച് പോവാനായിട്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ശ്രീജ വന്നിട്ട് പറഞ്ഞു, അതേ വിക്രം, എങ്ങനെയെങ്കിലും അവളെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ നീ അവിടെ ചെന്നിട്ട് വാശി പിടിച്ച് നിൽക്കരുതെന്ന് പറഞ്ഞു. ഇച്ചിരി താണ് കൊടുക്കണമെങ്കിൽ താണ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിക്രത്തിനെ പറഞ്ഞു വിട്ടു. വിക്രം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. അതേസമയം രാത്രി വേദന നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേദയ്ക്കും വിക്രത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. കാരണം അടയ്ക്കുന്ന സമയത്ത് വിക്രമാണ് കൺമുന്നിൽ വരുന്നത്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനും വേദ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകണം. വിക്രവും തന്നെ തമ്മിൽ ആർക്കും പിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. തൻ്റെ ചേട്ടനായ ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും ഒരു പാഠം പഠിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ താൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, അല്ലാതെ ശരിയാകത്തില്ല. അങ്ങനെ വേദ രാവിലെ കോടതിയിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ കൂടത്തുള്ളൂ, ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് വേദ റെഡിയാവുകയാണ്. ആ സമയത്താണ് വിക്രം അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ വിക്രം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഥവ് വന്ന് തുറക്കുന്നത് പത്മമാണ്. പത്മൻ കഥ പറഞ്ഞ് വിക്രം നിൽക്കുന്നു. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പത്മച്ചു, എന്താ വിക്രം? അതെ, എനിക്ക് വേദയൊന്ന് കാണണം, വേദയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ ആരാമ്മയെന്ന് ചോദിച്ചാൽ ഇറങ്ങി വന്നു. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് വല്ലാത്തൊരു അന്താളിപ്പായി. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നായിരിക്കും, ശരിയാകത്തില്ലോ. പെട്ടെന്ന് വർഷ അകത്തേക്ക് വന്നു. ശ്രീകാന്തിനോട് പറഞ്ഞു, അവനുണ്ടല്ലോ ആ വിക്രം, അവനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയണേ. വിക്രമോ? അതെ. കേട്ട പാതി കേൾക്കാത്ത പാതി. ശ്രീകാന്ത് അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നു. അപ്പോൾ പത്മയും വിക്രവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, എന്താടാ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. എനിക്ക് വേദയോട് സംസാരിക്കണം. വേദയോട് സംസാരിക്കണം പോലും? എന്തിനാടാ വേദയോട് സംസാരിക്കുന്നേ? നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നതല്ലേ, പിന്നെ നിനക്ക് ഇനി എന്താടാ അവളോട് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, എനിക്ക് സംസാരിക്കണം, എൻ്റെ ഭാര്യ അവളെന്ന് പറഞ്ഞു. പിന്നെ ഭാര്യയാണ് പോലും. എടാ, നിന്റെ ഭാര്യയാണെന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ അവൾക്ക് വേണ്ടെങ്കിലോ? അവൾക്ക് നിന്നെ വേണ്ടാത്തോണ്ടല്ലേ അവൾ ഇങ്ങോട്ട് പോന്നേ. ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്ന് ഷോ കാണിച്ചിട്ട് ഉണ്ടല്ലോ വെറുതെ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ടെങ്കിൽ അവളോട് ഞാൻ സംസാരിക്കും, ഞാൻ സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓഹോ, നിനക്ക് അത്ര അഹങ്കാരമാണോ? അങ്ങനെയാണെങ്കിലേ ആ താലി വലിച്ചു പൊടിച്ച് നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയാനായിട്ടേ ഞങ്ങൾക്ക് പറ്റും. അതോടുകൂടി തീർന്നല്ലോ നീയും അവളും തമ്മിലുള്ള ബന്ധം. അവള് അവിടുന്ന് ഇറങ്ങിപ്പോന്ന എന്നിട്ടോ അവൻ താലി ബന്ധം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. എടാ, നിന്നെപ്പോലൊരു ഗുണ്ടയുടെ കൂടെ ജീവിക്കാനായിട്ട് അവൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാ വൈകിയാണെങ്കിലും അവൾക്ക് വിവേകം ഉദിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം ഞാനും വേദം തമ്മിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അവൾ ഇറങ്ങിപ്പോന്നതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണമാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. ഞാൻ വേദയോട് സംസാരിക്കും, അവളെയും കൂട്ടിക്കൊണ്ടാ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. നീ സംസാരിക്കുക, അന്നൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ചോണയുണ്ട നീ അവളെ കൊണ്ട് വിളിച്ചിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടും പോടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിക്രം അവിടെ നിന്നിട്ട് വേദയെ വിളിക്കുകയാണ്. അകത്ത് നിന്ന് വേദ കേട്ടു. ഈ സമയത്ത് എടാ നിന്നോട് ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് വിക്രത്തെ പിടിച്ച് തള്ളുവാണ്. വിക്രം വിട്ടുകൊടുത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളവും ഉന്തും തള്ളുമൊക്കെ ആയി. അപ്പോഴേക്കും പത്മ പറഞ്ഞു, വേണ്ട ശ്രീകാന്തേ വേണ്ട, എടാ വിടറാന്നൊക്കെ പറയാണ്. പക്ഷെ അതൊന്നും ശ്രീകാന്ത് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ വിക്രത്തിനെ പിടിച്ച് തള്ളിയിട്ടു. വിക്രം നിലത്ത് വീണു. അത് കണ്ടുകൊണ്ടാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയ്ക്ക് സഹിച്ചില്ല. വേദ വന്നിട്ട് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഒറ്റ അലർച്ചയായിരുന്നു. അപ്പോഴേക്കും ശ്രീകാന്ത് നോക്കി. ആ സമയം വേദ വന്നിട്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവൻ വന്നിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. കണ്ടില്ലേ എന്നെയൊക്കെ തല്ലാൻ ഒരുങ്ങിയത്. വേദേ ഇവനോട് പോകാൻ പറ. വേദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശ്രീകാന്തിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ. തൻ്റെ ജീവിതം തല്ലി ഉടയ്ക്കാൻ ശ്രമിക്കുന്ന നാരാധമനാണ് ഇന്ന് നിൽക്കുന്നത്. എന്നിട്ട് വലിയ വേദവാക്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വിക്രത്തിനെ വേദം നോക്കുകയാണ്. വിക്രം താഴെ വീണ് കിടക്കുക. പെട്ടെന്ന് വേദം അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് കൈ അങ്ങ് നീട്ടുവാണ്. കയ്യെ പിടിച്ച് എഴുന്നേക്കാനായിട്ടായിട്ട്
വിക്രം വേദയെ നോക്കി പിന്നീട് കയ്യിലേക്ക് പിടിച്ചങ്ങ് എഴുന്നേക്കുവാണ്. വേദയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. വേദയുടെയും വിക്രത്തിനെയും കണ്ണുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടുമുട്ടുവാണ്. സങ്കടം വരുന്നുണ്ടായിരുന്നു. നെഞ്ചു പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നു വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പം. ഈ നിമിഷം വിക്രത്തിനോടൊപ്പം പോകാൻ വേദയ്ക്ക് സമ്മതമാ. പക്ഷേ എങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. തനിക്കൊരു ദൗത്യമുണ്ട്, അത് തീർത്തേ മതിയാവുള്ളൂ. ഇനി ഒരു കാരണവശാലും തന്നെയും വിക്രത്തിനും തമ്മിൽ പിരിക്കാനായിട്ട് തൻ്റെ ഏട്ടനും അതുപോലെ തന്നെ വർഷയുടെ അച്ഛനും ഒരിക്കലും ഇടയാവില്ല എന്നൊരു ചിന്തയുണ്ട്. അതൊക്കെ പൊളിച്ചെടുക്കണം ഇവരുടെ തന്ത്രങ്ങളൊക്കെ. അതിനു വേണ്ടി ആ വേദ അവിടെ നിൽക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന ശ്രീകാന്തിനെ പേടിച്ചിട്ടൊന്നുമല്ല. പിന്നീട് വികൃതിയുടെ വേദ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. വേദ, എനിക്ക് അല്പം നിന്നോട് തനിച്ച് സംസാരിക്കണം, എനിക്കൊന്നും കേൾക്കാനില്ലാന്ന് പറഞ്ഞു. വേദ, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് ഒന്നും പറയാനില്ല, ഒന്നും കേൾക്കാനും ഇല്ലെന്ന് പറഞ്ഞു. ആ സമയം വിക്രം പറഞ്ഞു, എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് വേദ അങ്ങോട്ട് മാറി നിന്നിട്ട് എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഈ സമയത്ത് പത്മയും വർഷം അവരൊക്കെ അങ്ങോട്ട് കയറിപ്പോയി. വിക്രവും വേദയും കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പണിയാവുമോ എന്ന് ശ്രീകാന്തിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നീട് വിക്രം പറഞ്ഞു, വേദേ, ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ട് അതാണല്ലോ നിന്റെ പ്രശ്നം. ഇനി സാറുമായിട്ട് ഞാനൊരു കൂട്ടുകെട്ടിനും പോകുന്നില്ല. നീ പറയുന്ന പോലെയൊക്കെ അനുസരിച്ച് ഞാൻ നിന്നോടൊപ്പം നിന്നോളാം. നീ എൻ്റെ കൂടെ തിരികെ വരണമെന്ന് പറയണ, നീ ഇല്ലാതെ എനിക്കവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഓ, ഇത് പറയാനായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇത് പറഞ്ഞു ബുദ്ധിമുട്ടണില്ല, പോകാൻ നോക്ക്. എനിക്ക് നിങ്ങളുടെ കൂടുതൽ കഥയൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. വേദ, പ്ലീസ്, ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് വേണ്ടാന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വേദയും കൂടി പോയി കഥ കടയ്ക്കുവാണ്. വിക്രത്തിന് ഭയങ്കര വിഷമായി. പക്ഷെ കഥ കടച്ചു കഴിഞ്ഞിട്ട് വേദ പൊട്ടിക്കരയുക. വേദയുടെ നെഞ്ചു പെടഞ്ഞുകൊണ്ടിരുന്നു. വിക്രത്തിന് സങ്കടമായി. അവൾ ഇതിന് മാത്രം തന്നെ ആട്ടി അകറ്റണമെങ്കിൽ അതിന് പിന്നിൽ എന്തൊരു കാരണമുണ്ടെന്ന് വിക്രത്തിന് തോന്നി. പക്ഷെ വേദയ്ക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, അധിക ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ ചന്ദ്രശേഖരനെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം, എന്നിട്ട് വേണം തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് എന്നൊക്കെ വേദ തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.